നമസ്കാരം. സ്ഥലനാമ കൗതുകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുരാണങ്ങളിലെ ഒക്കെ വളരെ പ്രസിദ്ധമായ ലങ്ക എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. സ്വാഭാവികമായും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രാവണൻ ഭരിച്ച പണ്ട് സിലോൺ എന്നറിയപ്പെടുന്ന ശ്രീലങ്കയായിരിക്കും. നമ്മൾ ഇന്ത്യയിലെ സ്ഥലനാമങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ സ്ഥലനാമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിദേശ രാജ്യത്തിനെ വലിച്ചിഴക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉയരാം. പക്ഷേ ലങ്കകൾ, നിരവധി ലങ്കകളുണ്ട്. കേരളത്തിലുണ്ട്, വടക്കേ ഇന്ത്യയിലുണ്ട്, ഏതാണ്ട് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ലങ്കകളുണ്ട്. അതിലൊരു ലങ്കയാണ്, വളരെ പ്രസിദ്ധമായ, പുരാണ പ്രസിദ്ധമായ ലങ്കയാണ് നമ്മുടെ ശ്രീലങ്ക. തായ്ലൻഡിലെ ഒരു ലങ്കയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മണിപ്പൂരിൽ ഒരു ലങ്കയുണ്ട്. ആ ജില്ലയുടെ പേര് തന്നെ ലങ്ക എന്നാണ്. യഥാർത്ഥത്തിൽ ആ ജില്ലയുടെ പേര് പിന്നീട് അതിൻ്റെ പേര് മാറ്റിയെങ്കിലും ആളുകൾ ആരും തന്നെ പഴയ പേര് മറക്കാൻ ആരും തയ്യാറല്ല. അതായത് അതിൻ്റെ ആ ലങ്കയുടെ പേര് ചുരാചന്ദ്പൂർ എന്നതിന് പിൽക്കാലത്ത് പേരിട്ടു. ചുരാചന്ദ്പൂർ എന്ന് പേരിട്ടു എങ്കിലും രേഖകളിൽ മാത്രമേ ചുരാചന്ദ്പൂർ എന്നറിയപ്പെടുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ തദ്ദേശീയ ഭാഷയിൽ, മണിപ്പൂരി ഭാഷയിൽ ഇപ്പോഴും ലങ്കയാണ്. ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ലങ്ക എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ തായ്ലൻഡിൽ രാമായണമുണ്ട്. നമുക്കറിയാമല്ലോ, ഏതാണ്ട് 300-ലേറെ രാമായണങ്ങൾ നിലവിലുണ്ട്. അതിലാണ് ഒന്നാണ് തായ് രാമായണം. ഈ തായ് രാമായണത്തിൽ, തായ്ലൻഡിൽ രാമായണത്തിൽ രാമായണ കഥ നടക്കുന്നത് ലങ്കയിലാണ്. ആ ലങ്ക തായ്ലൻഡിലെ ലങ്കയിലാണ്. അപ്പോൾ അവിടെയും ഒരു ലങ്കയുണ്ട്. എങ്കിലും നമ്മുടെ പുരാണപ്രസിദ്ധമായൊരു ലങ്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന ഒരു ലങ്ക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന ഒരു വലിയ ദ്വീപായ ശ്രീലങ്കയാണ്. ഈ ശ്രീലങ്കയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലെ ഒരു വലിയൊരു പർവ്വതമാണ് മേരു പർവ്വതം. 5 ശിഖരങ്ങളുള്ള മേരു പർവ്വതം വായു ഭഗവാന്റെ സമ്മർദ്ദത്താൽ പൊട്ടിത്തെറിച്ചു എന്നും അതിലൊരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീണുവെന്നും അതാണ് ശ്രീലങ്കയായി മാറിയത് എന്നും ഒരു കഥയുണ്ട്. ഇത് മഹാഭാഗവതത്തിലാണ് ഇത്തരം ഒരു കഥയുള്ളത്. പിന്നെ രാമായണത്തിലെ ശ്രീലങ്കയെക്കുറിച്ച് നമുക്കറിയാം. സീതയെ രാവണൻ കട്ടുകൊണ്ടുപോവുകയും ശ്രീരാമൻ ചെന്ന് വീണ്ടെടുക്കുകയും ചെയ്യുന്ന ആ രാവണൻ്റെ ആസ്ഥാനമാണ് ശ്രീലങ്ക. അത് രാമായണ കഥയിലാണ്. ഭാരതത്തിലും ലങ്കയെക്കുറിച്ച് പരാമർശമുണ്ട്. അതായത് മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ രാജാവായി. യുധിഷ്ഠിരൻ രാജസൂയം നടക്കുമ്പോൾ ആ രാജസൂയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി യത്നിച്ച പഞ്ചപാണ്ഡവരിൽ 5ാമനായ സഹദേവൻ ശ്രീലങ്ക സന്ദർശിച്ചതായി മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുരാണത്രയങ്ങളിൽ 3ലും നമ്മുടെ ശ്രീലങ്ക പരാമർശമാകുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല, ഈ ലങ്കയല്ല. നമ്മുടെ വിഷയം കേരളത്തിലെ ലങ്കകളാണ്. ലങ്കയല്ല, ലങ്കകൾ. 3 ലങ്കകൾ കേരളത്തിലുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച വിഷയം. ഇവിടെ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത്, പട്ടണത്തിൽ കോർപ്പറേഷനകത്ത് 2 ലങ്കകളുണ്ട്. അപ്രധാനമാണ്, അപ്രശസ്തവുമാണ്. ഒരു ലങ്കയുള്ളത് നമ്മുടെ കരമനയാറ്റിൻ്റെ പതനസ്ഥലമായ തിരുവല്ലത്തിന് അടുത്ത്, അതായത് പരശുരാമ ക്ഷേത്രത്തിനടുത്ത് ഒരു ചെറിയ ഒരു ദ്വീപുണ്ട്. ഏതാണ്ട് 3-4 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ദ്വീപ്. ആ ദ്വീപിനെ വിളിക്കുന്നത് ലങ്ക എന്നാണ്. ഇനി മറ്റൊരു ലങ്കയുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയുള്ള പൂജപ്പുര കവലയിൽ നിന്നും മുടവൻമുകൾ വഴി പടിഞ്ഞാറോട്ട് പോകുന്ന കരമനയാറ്റിൻ്റെ തീരത്തെത്തിച്ചേരുമ്പോൾ നമുക്കവിടെ ഒരു മുനമ്പ് പോലൊരു പ്രദേശമുണ്ട്. അതറിയപ്പെടുന്നത് ലങ്കയെന്നാണ്. അങ്ങനെ 2 ലങ്കകളും തിരുവനന്തപുരം കോർപ്പറേഷനകത്തുണ്ട്. ഇനി 3ാമതൊരു ലങ്കയുണ്ട്. അത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ പറവൂർ താലൂക്കിൽ ഏഴിക്കര പഞ്ചായത്തിൽ മറ്റൊരു ലങ്കയുണ്ട്. ഇത് പെരിയാറിൻ്റെ തീരമാണ്. അവിടെയും ഒരു ലങ്കയുണ്ട്. ഇതിന് സമാനമായ ഒരു ലങ്ക നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ഇനി ഒരു ലങ്ക കൂടിയുണ്ട്. അത് വാരണാസിക്കടുത്ത് ഗംഗ നദിയുടെ തീരത്താണ് ആ ലങ്ക സ്ഥിതി ചെയ്യുന്നത്.
ഈ ലങ്കയ്ക്ക് നിരവധി അർത്ഥങ്ങളൊക്കെ പലരും കൊടുത്തിട്ടുണ്ട്. പുരാണങ്ങൾ കൊടുത്തിരിക്കുന്നത് തിളങ്ങുന്ന ഭൂമി എന്നാണ്. തിളങ്ങുന്ന ഭൂമി എന്നർത്ഥത്തിൽ ലങ്ക ഉപയോഗിച്ചു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം ഭൂപ്രകൃതിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നദിക്കരയിലോ കടൽക്കരയിലോ ആണ് ഈ ലങ്കകളെല്ലാം. ശ്രീലങ്കയായാലും തിരുവനന്തപുരത്തെ ലങ്കകളായാലും നമ്മുടെ എറണാകുളത്തെ ലങ്കയായാലും വാരണാസിയിലെ ലങ്കയായാലും മണിപ്പൂരിലെ ലങ്കയായാലും ഈ ലങ്കകളെല്ലാം കിടക്കുന്നത് നദിക്കരയിലോ കടൽക്കരയിലോ ആണ്. മാത്രമല്ല ഇവയെല്ലാം ദ്വീപുകളോ ഉപദ്വീപുകളോ ആണ്. അപ്പോൾ ദ്വീപുകൾക്കും ഉപദ്വീപുകൾക്കും ജലാശയങ്ങളിലെ കരപ്രദേശങ്ങൾക്കും പ്രാചീന കാലത്ത് പറഞ്ഞിരുന്നൊരു പേരാണ് ലങ്ക. അങ്ങനെ നിരവധി ലങ്കകൾ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും അവിടെയായി രൂപം കൊണ്ടു. ഇതുപോലെ തന്നെ നമ്മുടെ ഒറീസയ്ക്ക് അടുത്തൊരു ലങ്ക ഉള്ളതായി പറയപ്പെടുന്നു. ഗുജറാത്തിനടുത്ത് മറ്റൊരു ലങ്ക ഉള്ളതായി പറയപ്പെടുന്നു. അപ്പോൾ ഈ നിരവധി ലങ്കകൾ, ഈ പറഞ്ഞ ലങ്കകളെല്ലാം തന്നെ കടൽ തീരങ്ങളിലോ ആറ്റിൻ തീരങ്ങളിലോ ആണ്. അതുകൊണ്ട് സംഗതി വളരെ വ്യക്തമാണ്. ലങ്ക എന്ന് പറഞ്ഞാൽ കടൽ തീരമോ നദീതീരമോ ത്തിലോ നിലനിൽക്കുന്ന ദ്വീപോ ഉപദ്വീപോ ആയ പ്രദേശങ്ങളാണ് ലങ്കകൾ. അത്തരത്തിൽ 3 ലങ്കകൾ, ഏറ്റവും ചുരുങ്ങിയത് 3 ലങ്കകളെങ്കിലും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാമായണത്തിലെ ലങ്ക മാത്രമല്ല നിരവധി ലങ്കകൾ നമുക്ക് കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയിലുമായി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള വസ്തുത ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.